ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എളുപ്പത്തിൽ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ. അപ്പൊ നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം. അപ്പൊ ഇതിനേതൊക്കെ ആദ്യം കുറച്ച് ചെറുനാരങ്ങ നീരിട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കാന്താരി ഇടിച്ചതാണ്. അപ്പൊ അത് ഇതിലേക്ക് ചേർത്തൊക്കെ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് പകരമല്ല, ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ അകത്തുണ്ട്. കൂടെ ഞാൻ കുറച്ച് കാന്താരിയും മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഇത് വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, അതൊരു നുള്ളു ചേർക്കാം. ഇത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കാം. സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിന് പകരം എന്റെ കൂടെ ഞാൻ 2 കാന്താരി ചേർത്തുന്നേ ഉള്ളൂ, വേറെ ഒരു ഇതുമില്ല. സാധാരണ പച്ചമുളകായാലും മതി, നല്ല പച്ചമുളക്, ഒരു കാച്ചുള്ളൂ, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഇവിടെ കാന്താരി ഉള്ളത് കൊണ്ട് 2 കാന്താരി ചേർത്തുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിത് കുറച്ചു നേരം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി ഫ്രൈ ചെയ്യാം. അപ്പൊ പാന് ഇതാ അടുപ്പത്ത് വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വളരെ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്, ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ട്. അപ്പൊ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ വളരെ കുറച്ചാ കൊണ്ട് ചിലപ്പോൾ ഇത് വേവി നമ്മൾ മൂടി വെച്ചാൽ ഇതിനകത്ത് തന്നെ പോകും, ഈ വെള്ളത്തിൽ തന്നെ വെന്തിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരും. ഞാൻ ചിക്കൻ്റെ എല്ലാം പെരക്കി ഞാൻ കല്ലിലിട്ട്, പിന്നെ അതിന് മുന്നേ ഞാൻ പറയാന്ന് വെച്ചാൽ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ആക്കിയത്, അത് വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ചേർക്കാനുള്ളത് ഇതാ, ഇത് തക്കാളിയാണ്. തക്കാളി തോല് അരിഞ്ഞിട്ട് ഞാൻ ഉടച്ചു വെച്ചതാണ്. അപ്പോ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് എടുക്കാം, ഇതുപോലെ ഇടുക. ഇതുപോലെ പെരട്ടൊന്നുമില്ല, നമുക്ക് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സൈഡിൽ നിന്ന് ഇതിങ്ങനെ വെന്തോളും ഈ തക്കാളി. അപ്പൊ നമ്മൾ സാധാരണ സോസ് ഒഴിക്കുന്നതിന് പകരം ഈ തക്കാളി, പഴുത്ത തക്കാളി ആയിരിക്കണം. ഈ തക്കാളി ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നടുക്കുന്ന ഇത് ചിക്കൻ വേവുകയും ചെയ്യും, ഇത് നല്ലോണം വെന്ത് വരും. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 മിനിറ്റ് ഇത് വേവട്ടെ. ഈ തക്കാളി സൈഡിൽ നിന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ചിക്കൻ ഇതാ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. എണ്ണ ഞാൻ വളരെ കുറച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടുള്ള ഫ്രൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്കിവിടെ വീട്ടില് കുറച്ച് പണിക്കാരുള്ളതുകൊണ്ട് എന്റെ കുറച്ച് ശ്രദ്ധ മൈക്കിൽ മാറിപ്പോയി. പണിക്കാർ കുറെ ഉണ്ട് കല്യാണം അടുപ്പിച്ചുകൊണ്ട്. അപ്പൊ ഉപ്പിടെ ഫസ്റ്റ് ഞാൻ ഉപ്പിടാൻ മറന്നു കഴിഞ്ഞാൽ, അപ്പൊ എല്ലാവരും ഉപ്പ് ഫസ്റ്റ് തന്നെ ഉപ്പിട്ടേക്ക് പിന്നെ മറന്നുപോല. അപ്പൊ നമുക്ക് ഒന്നെടുത്ത് തന്നെ കഴിച്ചില്ല, സോഫ്റ്റ്. ചിലർക്ക് തൈര് ചേർക്കും. തൈരിട്ടാണ് നമുക്ക് കംഫർട്ട് തോന്നുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒന്ന് പൊളിഞ്ഞില്ല, അതുകൊണ്ടല്ല ഒന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക കമന്റ് ബോക്സിൽ. ഓക്കെ.